വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. ഇന്ന് നമ്മൾ കാറ്റഗറി 2ൻ്റെ PYQs ആണ് അനലൈസ് ചെയ്യുന്നത്. അത് നമുക്ക് കാറ്റഗറി 1 പോലെ തന്നെ ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ബാമ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ചുവന്ന ഷൂ ധരിച്ചതായി സിനോബ് കണ്ടു. പിന്നീട് അതേ സ്കൂളിലെ 5 കുട്ടികൾ കൂടി ചുവന്ന ഷൂസ് ധരിച്ചതായി അവൻ കണ്ടു. ബാമ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ചുവന്ന ഷൂസ് ധരിക്കുന്നവരാണ് എന്ന നിഗമനത്തിൽ അവൻ എത്തി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഏതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ കുട്ടി ഉണ്ടാക്കിയെടുത്തത്, അല്ലെങ്കിൽ എന്തിനുള്ള ഉദാഹരണമാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ആഗമന യുക്തി, ക്രിയാത്മക ചിന്ത, നിഗമന യുക്തി, വിമർശനാത്മക ചിന്ത. ഓക്കെ, അപ്പോ ഇതിൽ കുട്ടി എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം ഒരു കുട്ടിയെ കണ്ടു. അവര് ബാമ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ചുവന്ന ഷൂസ് ആണ് ധരിച്ചതെന്ന് കണ്ടു. പിന്നീട് മറ്റൊരു സ്ഥലത്ത് വേറെ കുട്ടികളെ കണ്ടപ്പോൾ ആ കുട്ടികളും എന്താണ് ധരിച്ചിട്ടുള്ളത്? ചുവന്ന ഷൂസ് ആണ് ധരിച്ചിട്ടുള്ളത്. അപ്പൊ കുട്ടി ഇങ്ങനെ പല കുട്ടികളെ കണ്ടെത്തിയിട്ടാണ് ഒരു റീസണിങ്ങിൽ അല്ലെങ്കിൽ ഒരു യുക്തിയിലേക്ക് എത്തിയിട്ടുള്ളത്, നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ കുട്ടി ഈ ഷൂസ് അല്ലെങ്കിൽ ബാമ പബ്ലിക് സ്കൂളിലെ കുട്ടികളെല്ലാം ചുവന്ന ഷൂസ് ആണെന്നല്ല ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ തീരുമാനിച്ചത്. പല ഉദാഹരണങ്ങളിലൂടെയാണ് ആ യുക്തിയിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ ഉദാഹരണങ്ങളിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നതിനെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആഗമന യുക്തി എന്നതാണ്. ബാക്കി നോക്കിയേ, ക്രിയാത്മക ചിന്ത എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതല്ല. നിഗമന യുക്തി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഷൂസ് ചുവന്നതാണെന്നുള്ള ധാരണയിൽ എത്തുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കുട്ടി എത്തിയിട്ടുള്ളത്. പല ഉദാഹരണങ്ങളിലൂടെയാണ് കുട്ടി ധാരണയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഏതാണ് ആൻസർ ആയിട്ട് വരിക? ആഗമന യുക്തിയാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുക. ഇത് എളുപ്പമാണ്, അത്ര ടഫ് ഒന്നുമല്ല. നമ്മൾ പഠിച്ചതാണ് ആഗമന രീതി, നിഗമന രീതി എന്ന് പറഞ്ഞിട്ട്. ഉദാഹരണങ്ങളിൽ നിന്ന് യുക്തിയിലേക്ക് അല്ലെങ്കിൽ പിന്നെ നിഗമനത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് എത്തുന്ന രീതി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വസ്തുക്കളെ അവയുടെ ആകൃതിക്കനുസരിച്ച് തരംതിരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഗണിതത്തിലെ വ്യത്യസ്ത ചിഹ്നങ്ങൾ മനസ്സിലാക്കുവാനുള്ള വിഷമം, എണ്ണുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയാണ് ബിവൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അവൻ ഏതു തരം പഠന വൈകല്യമാണ് നേരിടുന്നത്? ഓക്കെ, നമ്മൾ പഠന വൈകല്യങ്ങൾ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പഠന വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ട്രാത്തിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ വൈകല്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ കുട്ടിക്ക് എന്താണ്? ഗണിതത്തിലാണ് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ വൈകല്യമുള്ളത് എന്തിലാണ്? ഗണിത കാര്യങ്ങളിലാണെന്ന് പ്രത്യേകം ചോദ്യത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഗണിതത്തിലെ വ്യത്യസ്ത ചിഹ്നങ്ങൾ മനസ്സിലാക്കുവാനുള്ള വിഷമം നമുക്കിവിടെ നോട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ നമ്മള് ഗണിതത്തിലുള്ള വൈകല്യത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പേര് പഠിച്ചിട്ടുണ്ട്. ഈ കാൽക്കുലേറ്റർ ഒക്കെ ആയി ഞാൻ അങ്ങനെയാണ് ബന്ധപ്പെടുത്താറ്. കാൽക്കുലേറ്റർ ഒക്കെ നമ്മൾ എന്തിനാണ്? ഗണിതത്തിനല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിസ്കാൽക്കുലിയ എന്ന് പറയാം. കാൽക്കുലേറ്ററായി ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡിസ്കാൽക്കുലിയ. ബാക്കിയൊക്കെ എന്താണെന്ന് നോക്കിയേ. ഡിസ്ഗ്രാഫിയ എഴുത്തുമായി ബന്ധപ്പെട്ടതാണ്. ഡിസ്ലെക്സിയ വായനയുമായിട്ടാണ്. ഓർത്തോഗ്രാഫിയ എന്ന് പറഞ്ഞാൽ സംസാരവും എഴുത്തും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു വൈകല്യ പ്രശ്നമാണ് അത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം എന്താണ്? ഡിസ്കാൽക്കുലിയ ആണ്. ഗണിതപരമായിട്ടാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല, ഡിസ്കാൽക്കുലിയ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പ്രത്യേക ശീലങ്ങൾ കുറിച്ചു വെക്കുന്ന റെക്കോർഡാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവങ്ങൾ, അങ്ങനെ ഓരോന്നിനും പ്രത്യേക ബുക്കുകൾ അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്ന സാധനങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഓർമ്മ വരിക ക്യുമുലേറ്റീവ് റെക്കോർഡും അനക്ഡോട്ടൽ റെക്കോർഡും ഒക്കെയാണ്. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത്, സഞ്ചിത രേഖ എന്ന് പറയും. ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സവിശേഷമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ കുട്ടികളുടെ സവിശേഷമായ സ്വഭാവങ്ങൾ അതൊക്കെ രേഖപ്പെടുത്തുന്നതാണ് എന്ത്? ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉപാഖ്യാന രേഖ എന്താന്ന് മനസ്സിലായി. ഉപാഖ്യാന രേഖന്റെ കൂടെ തന്നെ ഞാനൊന്ന് എന്താ പറയാ, അതിന്റെ ഒരു കൂടപ്പുറപ്പ് പോലത്തെ ഒരു സാധനമാണ് എന്ത്? ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സഞ്ചിത രേഖ. അതെപ്പോഴും നമ്മൾ ഒരുമിച്ചാണ് പഠിക്കുമ്പോഴും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കുക.
ഓക്കെ, അപ്പോ ഇവിടെ ഉപാഖ്യാന രേഖ മാത്രമാണ്. അപ്പോ കുട്ടികളുടെ സ്വഭാവങ്ങൾ, ശീലങ്ങൾ അവയൊക്കെ രേഖപ്പെടുത്തുന്നത് ഏതിലാണ്? ഉപാഖ്യാന രേഖയിലാണ്. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഇതായിരിക്കും എന്ന് പറയാം. പക്ഷെ ബാക്കിയുള്ളത് എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യണം. കാരണം എന്താന്ന് പറഞ്ഞാല് സൈക്കോളജി അല്ലെങ്കിൽ ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിന്റെ ഒരു കുഴപ്പമാണ് ആൻസേഴ്സ് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ബെറ്റർ ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ചിലപ്പോൾ ഇതിലും മാച്ചിങ് ആയിട്ട് വേറെ എന്തെങ്കിലും തരുമെന്നുള്ളത് നമ്മൾ എപ്പോഴും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സോഷ്യോമെട്രിക് ടെക്നിക്. സോഷ്യോമെട്രിക് ടെക്നിക് അറിയാം നമുക്ക്, ജെൽ മൊറേനോൻ്റെതാണ്. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ വിമുഖതയും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അതിൽ ഉൾച്ചേർന്നുണ്ട് എന്നുള്ള ഒരു ടെക്നിക്കാണ് സോഷ്യോമെട്രിക് ടെക്നിക്കിലൂടെ നോക്കുന്നത്. നമുക്കറിയാം സ്റ്റാർസ്, ക്ലിക്സ്, ഐസൊലേറ്റഡ് ഇവയൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത് അതുമായിട്ട് ഒട്ടും കണക്റ്റഡ് അല്ല, ആ കാര്യങ്ങളല്ല അതിൽ പറയുന്നത്, ചോദ്യത്തിൽ പറയുന്നത്. പിന്നെ നമുക്ക് പറയാം ഇന്റർവ്യൂ അതാണോ? ഇന്റർവ്യൂ കുട്ടികളുടെ ശീലങ്ങളോ അല്ലെങ്കിൽ സ്വഭാവങ്ങളോ അതൊന്നും അല്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ ആണ് നമ്മൾ ഇന്റർവ്യൂ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്റർവ്യൂസ് എപ്പോഴും കാണുന്ന ആളുകളാണ്. അപ്പോൾ ഇന്റർവ്യൂവിനെ പറ്റി പ്രത്യേക ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പിന്നെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോൾ USSLS അങ്ങനത്തെ പരീക്ഷകളിലൊക്കെ മുമ്പൊക്കെ ഉണ്ടായിരുന്നു പോർട്ട്ഫോളിയോ തയ്യാറാക്കൽ. നമ്മുടെ വർക്കുകൾ, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ വർക്ക്സും നമ്മൾ ഒന്നിച്ച് വെച്ച് ഒരു പോർട്ട്ഫോളിയോ പോലെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്ത്? ഉപാഖ്യാന രേഖയാണ് ഇത്. ആ ചോദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്ഷൻ ഉപാഖ്യാന രേഖ മാത്രമാണ്. സഞ്ചിത രേഖ കൂടി ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷെ കൃത്യമായി പഠിച്ചാൽ ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ്, അമൂർത്തമായ ആശയത്തിന് ഉദാഹരണമായത്. അമൂർത്തമായ നമ്മുടെ ഒരു വേർഡാണ് ഇത്, അമൂർത്തം, മൂർത്തം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ മൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂർത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊടാനും അല്ലെങ്കിൽ സ്പർശിക്കാനോ ഒക്കെ പറ്റുന്നതാണ് മൂർത്തമായ വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അമൂർത്തം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ കൊടുത്തിട്ടുള്ളത് ബോള് നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റും, ചെടികളും പറ്റും, പെന്ന് തീർച്ചയായും പറ്റും. പിന്നെ സ്നേഹമാണ് ഇവിടെ എന്ത്? അമൂർത്തതയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരാൾക്ക് എത്രത്തോളം സ്നേഹം ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുമോ? കുറച്ച് പ്രകടിപ്പിക്കാൻ പറ്റുമായിരിക്കും, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൈ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ. അല്ലാതെ അയാൾക്ക് എത്രത്തോളം സ്നേഹം ഉണ്ട് എന്നുള്ളത് നമുക്ക് തൊടാനോ കാണാനോ സ്പർശിക്കാനോ പറ്റത്തില്ല. അപ്പോൾ അതാണ് അമൂർത്തമായ ആശയത്തിന് ഉദാഹരണം. ഇത് നമുക്കൊരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് തന്നെ മനസ്സിലാവും. ബാക്കിയൊക്കെ ഉപകരണങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന തൊടാൻ പറ്റുന്ന സാധനമാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ അത് അങ്ങനെയല്ല. അപ്പോൾ അതിന്റെ ആൻസർ വളരെ സിമ്പിളാണ്, സ്നേഹമാണ് അതിന്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ്, കവിതകളും നിർവചനങ്ങളും അവയുടെ അർത്ഥവും ഉദ്ദേശ്യവും മനസ്സിലാക്കാതെയാണ് റസ്ബിൻ പഠിച്ചിരുന്നത്. ഇവിടെ കുട്ടി ഉപയോഗിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക, കവിതകളും നിർവചനങ്ങളും അവയുടെ അർത്ഥവും നോക്കുന്നില്ല, ഉദ്ദേശ്യവും മനസ്സിലാക്കുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് പഠിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതൊന്ന് ഓർത്തിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതെന്താ അതിൽ പറയുന്നതെന്നുള്ള നിർവചനമോ അല്ലെങ്കിൽ അർത്ഥം ഒന്നും ആരും നോക്കുന്നില്ല, റസ്ബിൻ നോക്കുന്നില്ല. വെറും ജസ്റ്റ് പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ഏത് തരത്തിലുള്ള ഒരു പഠനമായിരിക്കും? നമ്മൾ പൊതുവെ കാണുന്ന ഒരു പഠന രീതിയും കൂടിയാണത്. കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പാട്ട് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥങ്ങളും അല്ലെങ്കിൽ അതിന്റെ നിർവചനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ? ജസ്റ്റ് നമ്മളത് ഇങ്ങനെ പാടി അല്ലെങ്കിൽ ഉരുവിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാ തന്നിട്ടില്ലേ നോക്കാം. ലോജിക്കൽ മെമ്മറി ടെക്നിക്കാണോ അത്? ഒരു സാധനം നിങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞ് പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഉരുവിട്ട് പഠിക്കുക. പിന്നെ അനുബന്ധ മെമ്മറി, ഒരു സാധനമായിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ളത് ആണോ? അല്ല. പിന്നെ ജപസ്മൃതി, മുകളിൽ പറഞ്ഞവയെല്ലാം എന്തായാലും അല്ല, കാരണം ഓൾറെഡി ഒന്നല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി ഇത് രണ്ടും ഇതും അല്ല. ജപസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. ജപ മാത്രം നോക്കുക. ജപം എന്ന് പറഞ്ഞാൽ ജപിക്കുക, നമ്മളിങ്ങനെ ജപിച്ച് അതിങ്ങനെ ഓർത്തെടുക്കുക അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുക. ഒരു ബൈഹാർട്ടിങ് മെത്തേഡ് പോലെയാണ്. ഈ അർത്ഥവും ആശയവും ഒന്നും അറിയാണ്ട് വെറുതെ ഇങ്ങനെ പഠിച്ചു പോകുന്നതാണ് എന്ത്?
ജപസ്മൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബൈ ഹാർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ്, ചേരുംപടി ചേർക്കുക. നമ്മുടെ പെഡഗോജി അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റിലെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ആര്? ഹെഡിൽ തന്നെ ആരുണ്ട്? പിയാഷെ ഉണ്ട്. പിയാഷെ അറിയാത്ത ആരും ഉണ്ടാവില്ല അല്ലെ. പിന്നെ ബന്ദൂര, ചോംസ്കി, കോഹ്ലർ. പിയാഷെ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഫസ്റ്റ് തന്നെ ഓർമ്മ വരുന്ന കാര്യം എന്താണ്? സ്കീമയാണ് അല്ലെ. സ്കീമ ആണ്. അപ്പോൾ ഇവിടെ സ്കീമ ഉണ്ടോ നോക്കാം ആദ്യം. സ്കീമ ഇല്ലെങ്കിലാണ് നമ്മൾ അടുത്ത പിയാഷെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടോ നോക്കാം, ജ്ഞാന നിർമ്മിതിവാദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പക്ഷെ ഇവിടെ ഓൾറെഡി സ്കീമ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പിയാഷെ എന്തായാലും സ്കീമയാണ്. ഇപ്പൊ ബാക്കി 3 നോക്കിയാൽ മതി. അതുപോലെ നമുക്ക് ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് ബി ആണ്. അപ്പൊ ഒന്നാമത്തത് ബി ഉള്ളത് 2 എണ്ണാണുള്ളത്. അപ്പൊ ഇത് രണ്ടും എന്തായാലും അല്ല. അപ്പൊ രണ്ടാമത്തെ നോക്കുക. ബന്ദൂര. ബന്ദൂര എന്താണ്? നിരീക്ഷണ പഠനം അല്ലെങ്കിൽ സാമൂഹിക പഠനം, അനുകരണം, അതൊക്കെയാണ് എന്ത്? ബന്ദൂരായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബന്ദൂരായി ബന്ധപ്പെട്ടിട്ട് സാമൂഹിക പഠനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ബന്ദൂരനെ സാമൂഹികത്തിനും കൊടുക്കാം. ഓക്കെ, ദെൻ അപ്പൊ ഇത് വെച്ചിട്ട് നോക്കാം. അടുത്ത 2D വരുന്നത് ഏതാ ഉള്ളത്? ഇതില് 2D അല്ല വരുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, കാരണം വേറെ ഇനി ഡിലീറ്റ് ചെയ്യാനില്ല, ഇത് മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്കൊന്ന് പറഞ്ഞു പോവാം. ചോംസ്കി എന്താണ്? LAD, ലാഡ് ആണ് അല്ലെ. നമ്മള് ലാഡ് പറഞ്ഞിട്ടില്ല, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അത് ആരുടെയാണ്? ചോംസ്കിയുടേതാണ്. കോഹ്ലർ ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, ഉൾക്കാഴ്ചയും കൂടിയേ ഇനി അവിടെ ഉള്ളൂ. അപ്പോ ഇത് 4 അതുപോലെ തന്നെയാണോ വരുന്നത് നോക്കാം. 1 B ആണ്, 2 D ആണ്, 3 A ആണ്, 4 C ആണ്. ആൻസർ D ആയിരിക്കും വരിക. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ താഴെ പറയുന്നവയിൽ ഏതിന് ഊന്നൽ നൽകുന്നില്ല? ഇവിടെ ഇല്ല എന്നുള്ളതാണ്, നൽകുന്നത് എന്നല്ല, നൽകുന്നില്ല. ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ പഠിക്കേണ്ടത്, എന്നിട്ടാണ് അതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് നോക്കേണ്ടത്. അപ്പോ ഇത് നമ്മൾ ഈ പെഡഗോജി ഭാഗത്ത് ഇങ്ങനെ കാണുന്ന ഒരു സാധനമൊന്നും അല്ല അല്ലെ. ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ പുറമേ ഉള്ള ഒരു കാര്യമാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ. ഇത് നമ്മളെ സിലബസിൽ എപ്പോഴും വരുന്നൊരു കോണ്ടന്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുക. അത് എപ്പോഴും എല്ലാ വേളകളിൽ നമ്മൾ ഓർമ്മിക്കുന്ന സാധനമാണ് സമത്വം അല്ലെ. സമത്വം നമുക്ക് വേണം. ഓക്കെ, പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും. ഓൾവേസ് വി ആർ റേസിംഗ് എ വോയിസ് ടു കം ഓവർ ദി സിറ്റുവേഷൻ അല്ലെ. പെൺകുട്ടികളുടെ നിലനിൽപ്പും സംരക്ഷണവും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. ഇനി അടുത്തത് ലിംഗപക്ഷപാതവും ലിംഗപ്രാതിനിധ്യപരമായ തിരഞ്ഞെടുപ്പും ഒഴിവാക്കുക. അതും നമ്മൾ പറയുന്ന കാര്യമാണ്. പിന്നെ പുരുഷ ലിംഗാനുപാതം മെച്ചപ്പെടുത്തുക. മെയിൽ സെക്സ് റേഷ്യോ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണോ? ഒരിക്കലും അല്ല. അപ്പോ നമുക്കിതിൽ ഒഴിവാക്കാൻ പറ്റുന്ന ആകെ ഒരു കാര്യം ഈ 4ാമത്തത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അതുമായി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന അതുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഏതായിരിക്കും? ആൻസറിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പൊ 4ാമത്തത് മാത്രമാണ് നമ്മൾ ഒഴിവാക്കിപ്പെട്ടത്. ബാക്കി 3ഉം ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. പറയുന്നവയിൽ ഏതിന് ഊന്നൽ നൽകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഏതിന് ഊന്നൽ നൽകുന്നില്ല? പുരുഷ ലിംഗാനുപാതം മെച്ചപ്പെടുത്തുക എന്നതിന് നൽകുന്നില്ല. അപ്പൊ ബാക്കി നൽകുന്നത് ഏതിനാണ്? 1, 2, 3 എന്നിവയ്ക്കാണ് ഊന്നൽ നൽകുന്നത് അല്ലെ. അപ്പോ ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തത് വ്യക്തികളുടെ കണ്ണിന്റെ നിറം നിർണയിക്കുന്നത്. കണ്ണിന്റെ നിറം നിർണയിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരാളുടെ സൗന്ദര്യം അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രത്യേക സവിശേഷതയായിട്ട്, ഇപ്പൊ ഒരു മുടി, കണ്ണ്, കളറ്, അതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും അവന്റെ പാരമ്പര്യത്തിൻ്റെതാ, അവന് ഒരു കുടുംബക്കാരായിട്ട് ഇങ്ങനെയല്ലേ, അല്ലെങ്കിൽ അവര് പാരമ്പര്യമായി ഇങ്ങനെ കൈമാറി വരുന്ന സാധനമാണ് എന്ത്? നല്ല നീളമുള്ള മുടി. അതൊക്കെ കാണുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ അത് നമ്മുടെ പാരമ്പര്യവും പാരിസ്ഥിതികവുമായ ഘടകത്തിൽ നമ്മൾ പഠിച്ചതാണ്. പാരമ്പര്യത്തിലൂടെയാണ് നമുക്ക് എന്ത്? കണ്ണിന്റെ നിറവും അല്ലെങ്കിൽ മുടിയുടെ നീളം അല്ലെങ്കിൽ മുടിയുടെ ഭംഗി, കളറ്, ഇതൊക്കെ നമുക്ക് വരുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് നോക്കാം. പാരമ്പര്യം ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ.
നമ്മൾ അടുത്തൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ. ഭൗതിക തലം അല്ല, ഇന്റലക്ച്വൽ അല്ല. സാമൂഹ്യവത്കരണം, സോഷ്യലൈസേഷനും പറ്റില്ല. മുകളിൽ പറഞ്ഞവയെല്ലാം, ഇത് രണ്ടും വരില്ലെങ്കിൽ ഒരിക്കലും ഡി ആൻസർ ആയിട്ട് വരില്ല. സോ വി ക്യാൻ ചൂസ് ദ ആൻസർ എ. പാരമ്പര്യമാണ് ഉത്തരത്തിൽ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വ്യക്തിത്വ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ഏതിലാണ് തന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് ചിത്രങ്ങൾ കാണിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട കഥ എഴുതുവാൻ വിദഗ്ധർ ആവശ്യപ്പെടുന്നത്? ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വായിക്കാം. വ്യക്തിത്വ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ഏതിലാണ് തന്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് ചിത്രങ്ങൾ കാണിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട കഥ എഴുതുവാൻ വിദഗ്ധൻ ആവശ്യപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, റോഷ ഇങ്ക്സ്പോൾട്ട് ടെസ്റ്റ്, വാചക പൂർത്തീകരണ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇത് 4 ഈ 4 ടെസ്റ്റും നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെ? എവിടെയാണ്? പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ്, അതാണ് അതിൽ വരുന്നതാണ് ഈ രീതികളൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത്? ചിത്രമാണ് കാണിച്ചു കൊടുക്കുന്നത് അല്ലെ? ചിത്രങ്ങൾ കാണിച്ച ശേഷമാണ് പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അത് ചിത്രവുമായി ബന്ധപ്പെട്ടല്ല. വാചക പൂർത്തീകരണ ടെസ്റ്റ് അതിൽ തന്നെ ഉണ്ട് വാചകം എന്നുള്ളത്, അതിലും ചിത്രം കാണിക്കാൻ പറ്റത്തില്ല. റോഷ മഷിയപ്പ് പരീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഇങ്കിന്റെ ഇത് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും ചിത്രത്തിൽ കാണിക്കുന്നതല്ല. അപ്പോൾ ബാക്കി നമുക്ക് മാത്രമേ ഉള്ളൂ. ഒരു തീം കാണിച്ചിട്ടാണ് കുട്ടിയോട് അതിന്റെ കഥ പൂർത്തീകരിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാൻ പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി. പുളിക്കുന്ന മുന്തിരിങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഓടും, എന്നാലും പൂർണ്ണമായും ചോദ്യം വായിച്ചു നോക്കാം. മധുരിക്കുന്ന നാരങ്ങ, ശൈലി എന്നിവ ഏത് സമായോജന ക്രിയാതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം സമായോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ? നമ്മുടെ സാമൂഹ്യ സാഹചര്യവും പാരിസ്ഥിതികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പൊരുത്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് എന്ത്? സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഈ ടേംസ് ആണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദമനം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നമ്മൾ ഒരു കാര്യം, ഓർക്കാൻ ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ മനഃപൂർവ്വം അങ്ങോട്ട് മറക്കുക, അതാണ് എന്ത്? ദമനം എന്ന് പറയുന്നത്. യുക്തീകരണം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ദിവസവും ചെയ്യുന്ന ആളുകളായിരിക്കാം. കാരണം നമുക്ക് എന്തെങ്കിലും കിട്ടാതിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച സാധനം നേടാൻ പറ്റാതിരുന്നാൽ, അത് എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞാൽ അല്ലേലും ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്തത് എന്ന ഒരു ന്യായീകരണമാണ് എന്ത്? യുക്തീകരണം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പശ്ചാത്ഗമനം, പിൻവാങ്ങൽ എന്നും കൂടി നമുക്കതിന് പറയാം. നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ, അത് ഫേസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പിൻകാല സമായോജനത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് പശ്ചാത്ഗമനം എന്ന് പറഞ്ഞാല്. തദാത്മീകരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മൾ സന്തോഷിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അതിൽ ഹാപ്പി ആവുക. ഓക്കെ, അപ്പോ യുക്തീകരണമാണ് നമുക്കിപ്പോ ഇതുവരെ പറഞ്ഞതിൽ. കാരണം കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞതുപോലെ പുളിക്കുന്ന മുന്തിരിങ്ങ അല്ലെങ്കിൽ മധുരിക്കുന്ന നാരങ്ങ, കിട്ടാത്ത സാധനം ആവുമ്പോൾ അതിനെ അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുക. അത് ഏതിലാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുക? വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് യുക്തീകരണമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ദെൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് വ്യത്യസ്തമായതിനെ കണ്ടെത്തുക. അപ്പോ പ്രത്യേക സാധനമൊന്നും പറഞ്ഞിട്ടില്ല. ഈ 4 ഓപ്ഷൻസ് എന്നാണ് നമ്മൾ വ്യത്യസ്തമായത് കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ 3 ഏകദേശം ഒരുപോലെ ആയിരിക്കും, 1 വേറെന്തുമായി ബന്ധപ്പെട്ടതായിരിക്കുന്നു. അപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. സമ്പൂർണ്ണ നിയമം നമ്മൾ കണ്ട ആളാണ്. സന്നദ്ധതാ നിയമം അത് നമ്മൾ കണ്ട ആളാണ്. അഭ്യാസ നിയമം, ഫല നിയമം, ഇത് 4 നമ്മൾ പഠിച്ച സാധനമാണ്. പക്ഷെങ്കിൽ ഇതിൽ 3 നമ്മൾ ഒരു ഭാഗത്തായിട്ടാണ് പഠിച്ചത്. എവിടെയാണെന്നറിയാവോ? ഇത് 3 നമ്മൾ ഒരു ഭാഗത്താണ് പഠിച്ചത്. തൊണ്ടേക്കിന്റെ പഠന തന്ത്രങ്ങൾ, അല്ലെങ്കിൽ 3 ആയിട്ട് നമ്മൾ പഠിച്ച എന്താണ്? ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് പ്രാക്ടീസ്, അല്ലെങ്കിൽ അഭ്യാസ നിയമം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് 3 നമ്മൾ എന്തിൽ പഠിച്ചിട്ടുള്ളത്? തൊണ്ടേക്കിൻ്റെ ഇതിൽ പഠിച്ചിട്ടുള്ളത്. ഇതാരാണ്? ഇത് ഇവിടെ ഉള്ള ആളല്ല, ഇത് ഗസ്റ്റാൾട്ടിന്റെ ആണ്
അല്ലെ? നമ്മൾ പഠിച്ചിട്ടില്ലേ സാദൃശ്യ നിയമം, സാമീപ്യ നിയമം, സമ്പൂർണ്ണ നിയമം. അതിൽ പെട്ട ഒരാളാണ് ഈ സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. ബാക്കി മൂന്നും തോണ്ടേക്കിൻ്റെതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ പറയാം. സമ്പൂർണ്ണ നിയമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകൾ ഏവ? പ്രോഗ്രസീവ് വിദ്യാഭ്യാസം, പുരോഗമനമായ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് പ്രോഗ്രസീവ്, ഡ്യൂയിയുടേതാണ്. അപ്പൊ നമുക്ക് നോക്കാം. പ്രവർത്തനത്തിലൂടെ പഠിക്കുക, അതിൽ തന്നെ ഉണ്ട് ലേണിംഗ് ബൈ ഡൂയിങ്ങിന്റെ മലയാളം ഉണ്ട് പ്രവർത്തനത്തിലൂടെ പഠിക്കുക. അപ്പൊ അത് ഓക്കെ ആണ്. പിന്നെ കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് പഠനം, അത് നമുക്കറിയാം സഹവർത്തിത സഹകരണാത്മക പഠനമാണ്. അതും നമ്മൾ ഈ പുരോഗമനമായ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യമില്ലായ്മ, അതുണ്ടോ? പാഠപുസ്തകങ്ങൾ നമ്മൾ അങ്ങനെ പ്രാധാന്യമില്ലായ്മയാണോ അതിൽ കൊടുക്കുന്നത്? പിന്നെ വരുന്നത് ലൈഫ് ലോങ് പഠനത്തിനുള്ള ഊന്നലാണ്. ലൈഫ് ലോങ് പഠനം, അപ്പോ പ്രാധാന്യം ഉണ്ടല്ലോ, പ്രാധാന്യം ഇല്ലായ്മയാണ് അവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഓപ്ഷൻസില് 1, 2, 3, 4 ഓക്കെ ആണ്. ഓക്കെ, പാഠപുസ്തകത്തിലുപരി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലെ, ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ള ഡ്യൂയിയുടെ മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം ചോദ്യങ്ങൾ ക്രിയാത്മക ചിന്തയിലേക്ക് നയിക്കും? ഒരു കുട്ടിയുടെ ഇന്നോവേറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ സർഗാത്മകമായ ചിന്തയെ ഏത് ചോദ്യത്തിലൂടെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആര്? ഒരു ന്യൂസ് പേപ്പറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? യാതൊരു ജീവികളുടെയും പേര് ഉപയോഗിക്കാതെ ഒരു മൃഗശാലയെ കുറിച്ച് ഒരു കഥ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് ചോദ്യം നോക്കാം. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആര്? അതിന് നമുക്ക് സർഗാത്മകമായ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, അതിന് ഒരൊറ്റ ഉത്തരേ വരുള്ളൂ. അത് ആര് എങ്ങനെ സർഗാത്മകമായി ചിന്തിച്ചാലും അതിന് ഒരൊറ്റൊരു ആൻസർ മാത്രമേ വരുള്ളൂ, ഡയറക്റ്റ് ആൻസർ ആണ് അല്ലെ. പിന്നെ നമുക്ക് നോക്കാം, ഒരു ന്യൂസ് പേപ്പറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം? ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് ഒരു ന്യൂസ് പേപ്പറിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ ആ കുട്ടി ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയും. ഓരോ കുട്ടിയും അതിനെ കൊണ്ട് നമുക്ക് ഉപയോഗം ഡിഫറെന്റ് ആയിട്ടുള്ള പർപ്പസസ് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമുക്ക് തന്നെ നോക്കാം. ഇപ്പൊ നമുക്ക് പേപ്പർ ആകുമ്പോൾ വായിക്കാം, അതിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, പിന്നെ നമുക്കൊരു കൊളാഷ് ഉണ്ടാക്കാം. അങ്ങനെ പല ഉപയോഗങ്ങൾ ഒരു ന്യൂസ് പേപ്പറിനെ കുറിച്ച് ഒരു കുട്ടിയോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് ആര്? അത് നേരത്തെ ചോദിച്ച പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിലൂടെ നമുക്ക് പ്രത്യേക ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആൻസർ കുട്ടിയുടെ അടുത്ത് കിട്ടത്തില്ല. പിന്നെ വരുന്നത് യാതൊരു ജീവികളുടെയും പേര് ഉപയോഗിക്കാതെ ഒരു മൃഗശാലയെ കുറിച്ച് ഒരു കഥ എഴുതുക. മൃഗശാല എന്ന് പറഞ്ഞാൽ തന്നെ മൃഗങ്ങളായിരിക്കും അല്ലെ എന്നറിയാം. അപ്പൊ ഒരു മൃഗത്തിന്റെ പേരും ചേർക്കാതെ കുട്ടി ഒരു കഥ ഉണ്ടാക്കണം. അപ്പൊ അത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, ഇന്നോവേറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളിലാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം ചോദ്യങ്ങൾ ക്രിയാത്മക ചിന്തയിലേക്ക് നയിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂസ് പേപ്പർ, പിന്നെ യാതൊരു ജീവികളുടെയും പേര് ഉപയോഗിക്കാതെ ഒരു മൃഗശാല. അപ്പൊ നമുക്ക് പറയാം 2ഉം 4ഉം ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നെക്സ്റ്റ്, കോൾബർഗിന്റെ ധാർമ്മിക വികസന സിദ്ധാന്തത്തിലെ ആദ്യ 4 ഘട്ടങ്ങളെ ശരിയായ ക്രമത്തിൽ എഴുതുക. നമുക്കറിയാം 6 ഘട്ടങ്ങളുണ്ട് കോൾബർഗിന്റെ. അപ്പൊ ആദ്യത്തെ 4 എണ്ണാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്, അത് നമ്മളൊന്ന് ഓർഡർ ആക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതാണ് വരുന്നത്? ശിക്ഷയും അനുസരണവുമാണ് ഫസ്റ്റ് വരുന്നത്. ഫസ്റ്റത്തത് ശിക്ഷയും അനുസരണവുമാണ്. പിന്നെ നമ്മൾ പറയുന്നത് പ്രായോഗികമായ ആപേക്ഷികത്വമാണ്. നമ്മൾ അത് പഠിച്ചാൽ ഇതിന്റെ ഓർഡർ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. പിന്നെ വരുന്നത് നിയമസുസ്ഥിതി പാലനവും വ്യക്തിയാന്തര സമവായവും. വ്യക്തിയാന്തര സമവായം എന്നുള്ള ടേം ആയിരിക്കും നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവുക. നമ്മൾ പഠിച്ചത് അന്തർവൈയക്തിക സമന്വയം എന്നാണ്. അപ്പോൾ അത് വേറെ ടേംസിലായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ച് വേഗം ചൂസ് ചെയ്യാം. കാരണം ലാസ്റ്റത്തെ എന്താണ്, ഇത് രണ്ടും ഓൾറെഡി നമുക്കറിയാം, ഇതെന്താണെന്നുള്ളത് നമുക്കറിയാം. കാരണം നിയമസുസ്ഥിതി പരിപാലനം, സാമൂഹ്യ സുസ്ഥിതി പരിപാലനം നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4-മത്തെയാണ്. അപ്പോൾ ഒബ്വിയസ്ലി 3-മത്തത് ഇത് മാത്രമേ വരുള്ളൂ.
ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 2, 4, 3, 1 എന്ന ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ്, കുട്ടികളുടെ വികാരവുമായി ബന്ധപ്പെട്ട് 4 പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. 4 പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. കുട്ടികളുടെ വികാരങ്ങൾ ക്ഷണഭങ്കുരമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്ഷണിക നേരത്തേക്കാണല്ലേ കുട്ടികളുടെ വികാരങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയിട്ടില്ല. അത് ഓക്കെ ആണ് കുട്ടികളുടെ വികാരവുമായി ബന്ധപ്പെട്ട്. അടുത്ത നോക്കാം. കുട്ടികളുടെ വികാരങ്ങൾ കൂടുതൽ സ്പഷ്ടമാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിർണിതമാണ്, നമുക്ക് അത് നിർണയിക്കാൻ പറ്റും. അപ്പോൾ അത് ഓക്കെ ആണ്. നെക്സ്റ്റ്, കുട്ടികളുടെ വികാരങ്ങൾ അടിക്കടി ഉണ്ടാവുന്നവയല്ല. ഇവിടെയാണ് ഒരു ചെറിയൊരു പണി തന്നിട്ടുള്ളത്. ഉണ്ടാകുന്നവയല്ല. കുട്ടികളുടെ ഇതെന്ന് പറഞ്ഞാല് വികാരം എന്ന് പറഞ്ഞാല് സ്പോട്ടിൽ മാറുന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഓരോ സമയം ഓരോ സ്വഭാവമായിരിക്കും. ഓക്കെ, അപ്പോ അത് സ്റ്റേറ്റ്മെന്റ് അത്ര കറക്റ്റ് അല്ല. ഓക്കെ, അത്ര അല്ല, അത് കറക്റ്റ് അല്ല. ഓക്കെ, മുതിർന്നവരുടെ വികാരങ്ങളെ അപേക്ഷിച്ച് കുട്ടികളുടെ വികാരങ്ങൾ കൂടുതൽ തീഷ്ണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുട്ടികളുടെ വികാരങ്ങൾ തീവ്രമായിരിക്കും അല്ലെ. കരയാണെങ്കിൽ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുക, ചിരിയാണെങ്കിൽ ഭയങ്കര ചിരിയായിരിക്കും. അപ്പോൾ എല്ലാം ഭയങ്കര തീവ്രമാണ്. ഓരോ വികാരവും ഭയങ്കര തീവ്രമായതാണ് കുട്ടികളുടേത്. അപ്പോൾ അതും ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ശരിയായ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മൂന്നാമത്തത് മാത്രമേ തെറ്റുള്ളൂ. അപ്പൊ നമുക്ക് പറയാം 1, 2, 4 ആണ് ആൻസറിൽ വരിക. ബി ആണ് ആൻസറിൽ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിർബന്ധം കൊണ്ടല്ലാതെ സന്തോഷത്താൽ ഒരു കേവലം കുട്ടി പാഠപുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? കുട്ടിക്ക് ഒരു നിർബന്ധവും ഇല്ല, അല്ലെങ്കിൽ ഒരു റീഎൻഫോഴ്സ്മെന്റും ഇല്ല, ഒന്നും ഇല്ലാണ്ട് തന്നെ കുട്ടി, ഒരു മോട്ടിവേഷനും ഇല്ലാതെ തന്നെ കുട്ടി പിന്നെ വായിക്കുകയാണ്. ഒരു സന്തോഷത്താൽ കുട്ടി പാഠപുസ്തകങ്ങൾ വായിക്കുകയാണ്. കുട്ടിയുടെ ഒരു ഉള്ളിൽ നിന്നുള്ള തോന്നൽ കൊണ്ട് തന്നെ കുട്ടി എന്താക്കാണ്, പാഠപുസ്തകങ്ങൾ വായിക്കുകയാണ്. അതിന്റെ ഉദാഹരണം ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ആന്തരിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ബാഹ്യ അഭിപ്രേരണ, എക്സ്ട്രിൻസിക്. പിന്നെ പ്രതീക്ഷിത അഭിപ്രേരണ, സാഹചര്യപര അഭിപ്രേരണയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കുട്ടി ആരെയും നിർബന്ധത്താലല്ല. അപ്പൊ പുറത്തുനിന്ന് ആർക്കും ഒരു ഇടപെടലും ഇല്ല. അപ്പൊ അത് തെറ്റാണ്. ഓക്കെ, അതല്ല ആൻസറിൽ വരിക. പിന്നെ പ്രതീക്ഷിത അഭിപ്രേരണ, കുട്ടിയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അത് ചെയ്യുന്നത്, കുട്ടിയുടെ തോന്നൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതും അല്ല. പിന്നെ സാഹചര്യപര അഭിപ്രേരണ, ഒരു സാഹചര്യം കൊണ്ട്, ഒരു സിറ്റുവേഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷനും അല്ല, കുട്ടിക്ക് സ്വയം തോന്നിയതാണ്. അതുകൊണ്ട് ആന്തരികം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഉള്ളിൽ നിന്ന്, നമ്മുടെ ഇന്നർ, ഇൻട്രിൻസിക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊക്കെ ഡയറക്റ്റ് തന്നെയാണ് ആൻസർ വരുന്നത്. ആന്തരിക അഭിപ്രേരണ. ക്വസ്റ്റ്യനിലും അങ്ങനെ ഭയങ്കര എന്താ പറയാ ചുറ്റി വളക്കുന്നൊന്നുമല്ല. ഒരു കുട്ടി സ്വയം തോന്നുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉള്ളിൽ നിന്ന് തന്നെയാണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത്. എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവർ ഡാഷ് പ്രതിസന്ധി നേരിടുന്നു എന്നാണ് എറിക് എറിക്സൺ പറയുന്നത് മനോസാമൂഹിക വികാസത്തില്. അതില് പല ഘട്ടങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാം ആദ്യ ഘട്ടം എന്താണ്? വിശ്വാസം വേഴ്സസ് അവിശ്വാസം, പിന്നെ ശാസ്ത്രീയത്വം വേഴ്സസ് ജാള്യത, പിന്നെ മുൻകൈയെടുക്കൽ, കുറ്റബോധം, പിന്നെ കർമ്മോത്സുകത വേഴ്സസ് അപകർഷതാബോധം. അത് 4ആണ് നമ്മളൊരു കുട്ടികളുടെ ലെവലിൽ അല്ലെങ്കിൽ ഒരു ടീനേജ് ലെവലിൽ വരെയായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ടീനേജ് ലെവലില്ല, ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അതായിട്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നത് ഇപ്പൊ അത് 4 എന്തായാലും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. 18-നും 35-നും ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. ഫസ്റ്റ് പറയുന്നത് സൃഷ്ടി വേഴ്സ് മുരടിപ്പാണ്. മുരടിപ്പൊക്കെ നമുക്ക് ഒരു 18-നും 35-നും വയസ്സിന് ഉണ്ടാവുമോ? മുരടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്കൊരു എന്താ പറയാ മുരടിച്ചൊരവസ്ഥ ഉണ്ടാവുക അവസാന ഘട്ടത്തിലൊക്കെയാണ്. അപ്പൊ അതെന്തായാലും അല്ല. പിന്നെ നോക്കാം, സ്വാവബോധം വേഴ്സ് റോൾ സംശയങ്ങൾ. അത് വരുന്നത് നമ്മളെ 12-നും 18-നും ആയിട്ടാണ്. നമ്മുടെ ആ ഒരു ടീനേജ് കാലഘട്ടത്തിലാണ് നമ്മുടെ റോൾ സംശയങ്ങൾ അതൊക്കെ വരുന്നത് നമ്മുടെ ആ ഒരു ഏജിലാണ്. അപ്പോൾ അതും ഇല്ല, 18-ന് ശേഷമുള്ളതാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കറിയാം ആയത്തിലുള്ള അടുപ്പം ഓർ ഒറ്റപ്പെടൽ. ഈ 18-നും 35-നും ഒക്കെ ഇടയിലാണ് നമ്മളിപ്പോ
ആരെങ്കിലും സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഒരു നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കുക. ആ ഒരു അവസ്ഥ വരുന്നത് 18-നും 35-നും ഒക്കെ ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതായിരിക്കും. കാരണം മുൻകൈ എടുക്കൽ ഓർ കുറ്റബോധം നമുക്കറിയാം ഒരു പ്രീ സ്കൂൾ കാലഘട്ടം എന്നും നമ്മൾ പ്രത്യേകം പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് അല്ല. അപ്പൊ ആയത്തിലുള്ള അടുപ്പം ഓർ ഒറ്റപ്പെടലാണ് അതിന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ്, IEDC എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ IEDC കുട്ടികൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ. IEDC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഉണ്ട്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഉണ്ട്. പിന്നെ ഡിസേബിൾഡ് ഇന്റഗ്രേറ്റഡ് എൻവയോൺമെന്റ് ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ഉണ്ട്. ഇത് ഡയറക്റ്റ് ആണ്, നമുക്ക് ഇതിന്റെ ഫുൾ ഫോം അറിയെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇത് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ്രുതഗതിയിലുള്ള ശാരീരിക വികാസം സംഭവിക്കുന്നത്. ദ്രുതഗതി എന്ന് പറഞ്ഞാൽ ഒരു റാപ്പിഡ് ചേഞ്ച്, ഒരു പെട്ടെന്ന് നമ്മൾ വളരുന്ന ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു വികാസം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, യൗവന കാലഘട്ടം, കുട്ടിക്കാലം, മുതിർന്ന പ്രായം, ശൈശവകാലമാണ് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. യൗവന കാലഘട്ടത്തിൽ നമ്മൾ പെട്ടെന്ന് വലുതാവുമോ? നമ്മുടെ എന്താ പറയാ, ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് തന്നെ നോക്കാം. ഡ്രസ്സ് നമ്മൾ യൗവന കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 20 വയസ്സ് മുതൽ നമുക്ക് ഒരുപാട് കാലം വരെ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കുറച്ച് വണ്ണം വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെങ്കിൽ നമ്മുടെ വികാസം പെട്ടെന്ന് നമ്മുടെ കോലം മാറുന്ന രീതി ഉണ്ടാവത്തില്ല. അപ്പൊ അതല്ല. പിന്നെ കുട്ടിക്കാലം, കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ വലുതാവും അല്ലെ, മെല്ലെ 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 ഒരു 5ാം ക്ലാസ് കഴിഞ്ഞ് 6ാം ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് വലുതാവില്ല, ഒരു 7, 8 എത്തുമ്പോൾ അതിന് മാറ്റം ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ അതുമല്ല. പിന്നെ മുതിർന്ന പ്രായത്തിൽ എന്തായാലും അല്ല. ശൈശവകാലത്തിൽ നമ്മൾ പറയൂലേ, ഈ ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ചെറുതായി പോകും. കാരണം അവരുടെ വളർച്ച എന്ന് പറഞ്ഞാൽ റാപ്പിഡാണ്, ദ്രുതഗതിയിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് പറയാം? ശൈശവകാലം എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ബുദ്ധിശക്തിയുടെ SOI മാതൃക അവതരിപ്പിച്ചതാര്? നമുക്കറിയാം, ബുദ്ധി മാതൃക അല്ലെ ബുദ്ധിയെ ഒരു 3D ഫേസസ് ആയിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, മാനസിക പ്രക്രിയ, ഉള്ളടക്കം, ഉൽപ്പന്നം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിയെ 3ആയി തിരിച്ചത് ആരാണ്? വേറെ ആരും അല്ല. വേറെ ആരൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഗാർഡ്നർ എന്താണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് അല്ലെ, നമ്മുടെ ബഹുമുഖ ബുദ്ധിയിലാണ് നമ്മൾ ഗാർഡ്നറെ പഠിച്ചിട്ടുള്ളത്. പിന്നെ തേഴ്സ്റ്റൺ നമുക്കറിയാം സംഘഘടകം. പിന്നെ സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തം. പിന്നെ ഗിൽഫോർഡ് ആണ് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട്, ഗിൽഫോർഡ് ആണ് 3D ഫേസസ് അല്ലെ ബുദ്ധി മാതൃക എന്ന് പറഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ, നെക്സ്റ്റ്, ഏത് പ്രായത്തെയാണ് ടോയ് ഏജ് എന്ന് വിളിക്കുന്നത്? ടോയ് ഏജ് എന്ന് വിളിക്കുന്ന കാലഘട്ടമാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് പൊതുവെ അറിയാം, നമ്മൾ ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ വേഗം പെട്ടെന്ന് ടോയ്സിനോട് ഭയങ്കര അട്രാക്ഷൻ അല്ലേ. എവിടെ പോയി, ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ടോയ് കണ്ടാലും ആ കുട്ടിക്ക് വേണമായിരിക്കും. മീൻസ് ഒരു നമ്മുടെ ഫസ്റ്റ് ഒരു 2 വയസ്സ് വരെ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ആ ഏജ് ഏതിലാണ് നമുക്ക് കാണാൻ പറ്റുക? കൗമാരം എന്തായാലും അല്ല. പിന്നെ ഉള്ളത് എന്താണ്? മധ്യകാല ബാല്യം അല്ല, പിൻകാല ബാല്യം അല്ല. നമ്മുടെ ഫസ്റ്റ് ആ ഒരു ഏജിലാണ്, ആദ്യകാല ബാല്യത്തിലാണ് നമുക്ക് എന്ത് വരുന്നത്? ടോയ് ഏജ് അല്ലെങ്കിൽ നമ്മുടെ പ്രീ ഗ്യാങ് ഏജ് എന്നൊക്കെ പറയുന്നതാണ് ഏത്? ആദ്യകാല ബാല്യം എന്ന് പറയുന്നത്. അവിടെയാണ് കുട്ടിയെ നമ്മൾ ടോയ് ഏജ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. കുട്ടികളിൽ ആശയ രൂപീകരണം നടക്കുന്നതിന്റെ ശരിയായ ക്രമം ഏതാണ്? നമുക്കറിയാം, ആശയ രൂപീകരണത്തിന് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചത് സംവേദനം, പ്രത്യക്ഷണം, പിന്നെ താരതമ്യം ഓർ വർഗീകരണം, അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം സാമാന്യവൽക്കരണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ് ഇവിടെ ഉള്ളത് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമുക്ക് സംവേദനം, പ്രത്യക്ഷണം തന്നെ ഇവിടെയാണ് കാണാൻ പറ്റുന്നത്. സംവേദനം, പ്രത്യക്ഷണം. പക്ഷെ വർഗീകരണം അല്ല അല്ലെ, അതിന് പകരം നമ്മൾ അമൂർത്തീകരണമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ വേറെ വർഗീകരണം ഉള്ളതുണ്ടോ എന്ന് നമുക്ക് നോക്കാം.
അപ്പൊ ഇതൊന്നും സംവേദനം പ്രത്യക്ഷണം വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫസ്റ്റ് എന്താണ്, സംവേദനമാണ്, സെക്കൻഡ് പ്രത്യക്ഷണമാണ്, തേർഡ് നമ്മുടെ അബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ വർഗീകരണത്തിന് പകരം ഇവിടെ കൊടുത്തിട്ടുള്ളത് അമൂർത്തീകരണം എന്നാണ്, വേറൊരു ടേം ആണ് അതിന്റെ. അപ്പൊ അത് നമുക്ക് ഇതിന് ഏറ്റവും മാച്ച് ആയിട്ട്, പിന്നെ നമുക്ക് സാമാന്യവൽക്കരണം, അത് ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എ ആയിട്ട് ആൻസർ പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാഷാ വികാസത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഭാഷാ വികാസത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പ്രസ്താവനകൾ എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് അതിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തണം. ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷാ വികാസം സഹജമായ കഴിവാണ്, സഹജമായ ജന്മനായ കഴിവാണെന്നാണ് പറയുന്നത്. അത് ഓക്കെയാണ് അല്ലെ? നമ്മൾ പറയും യൂണിവേഴ്സൽ ഗ്രാമർ, ഇതൊക്കെ ചോംസ്കിയുടേതാണ്, ജന്മന ഉള്ള കഴിവാണെന്നാണ് പറയുന്നത്. അത് ഓക്കെയാണ്. ഭാഷാ വികാസത്തിൽ സാമൂഹിക സമ്പർക്കത്തിന്റെ പ്രാധാന്യത്തിൽ ബ്രൂണർ ഊന്നൽ നൽകുന്നു. നമുക്കറിയാം ബ്രൂണർ എന്താണ്, സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം, സമൂഹവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാണ് ഭാഷ വികസിക്കുന്നതെന്നൊക്കെയാണ് ബ്രൂണർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. 1 മാത്രം ശരി, 2 മാത്രം ശരി, 1ഉം 2ഉം ശരി, 1ഉം 2ഉം ശരി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം, ഇത് രണ്ടും നമുക്ക് 1ഉം 2ഉം ശരി എന്നുള്ളതാണ് നമുക്ക് ആൻസറിൽ കൊടുക്കാൻ പറ്റുക. ഇങ്ങനത്തെ ആൻസേഴ്സ് വരുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്, കറക്റ്റായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുക, എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിന് യോജിക്കുന്ന ആൻസർ ഏതാണ് വരുന്നതെന്ന് നോക്കുക. ചിലപ്പോൾ ഇങ്ങനെ തരണമെന്നില്ല, വേറെ മോഡൽ 2ഉം ശരി എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1ഉം 2ഉം ശരി എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനു പകരമാണ് IEDSS നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നമുക്ക് ഏതൊക്കെയാ ചുവടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. IEDC മീൻസ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓക്കെ, പിന്നെ CWSN ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി അറിയാം, SSA വേറെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ്, നമുക്ക് ആദ്യം ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ഇൻക്ലൂസീവ്, എന്താണ്, എഡ്യൂക്കേഷൻ ഫോർ, എന്താണ്, ഡിസേബിൾഡ് ആണ്, ഡിസേബിൾഡ്, അറ്റ് സെക്കൻഡറി സ്റ്റേജ് ആണിത്. എസിനെ നമുക്ക് സെക്കൻഡറി സ്റ്റേജ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാവും, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. അവിടെ ഇപ്പോൾ നമുക്ക് ഡിസേബിൾഡ് ആയിട്ട് എന്ന് പറയുന്നത് നമുക്ക് IEDC എന്താണ് നമുക്കറിയാം, ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരിക, A ആണ് വരിക. ഓക്കെ, അടുത്തത്. സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന ചിന്നുവിന് തുടർച്ചയായും നിരന്തരമായും പൂർത്തിയാക്കാവുന്ന ഓരോ 10ാമത്തെ ചാട്ടത്തിനും ചിന്നുവിന്റെ കൂട്ടുകാർ കയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഏതു തരം റീഇൻഫോഴ്സ്മെന്റിന് ഉദാഹരണമാണെന്നാണ് ചോദിക്കുന്നത്. ചോദ്യത്തിൽ തന്നെ ഉത്തരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിന്നുവിന്റെ കൂട്ടുകാര് 10 സ്കിപ്പിംഗ്, ഒരു 10 ചാട്ടം കഴിഞ്ഞാലാണ് കയ്യടി നൽകുന്നത്. വീണ്ടും ഒരു 10 എണ്ണം കഴിഞ്ഞാൽ വീണ്ടും ഒരു കയ്യടി നൽകും. അപ്പൊ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കൃത്യമായ ഒരു ഇടവേളയിലാണ് എന്ത് കിട്ടുന്നത്, കുട്ടിക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ഉത്തരത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. നിശ്ചിത ഇടവേള പ്രബലന പദ്ധതി, നിശ്ചിതമാണ് ഇടവേള, കറക്റ്റ് നിശ്ചിത ഇടവേളയാണ്, പ്രബലനം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് ഓക്കെ ആണ്. ബാക്കി എന്താണെന്ന് ജസ്റ്റ് നോക്കാം. അസ്ഥിരം അല്ല, പിന്നെ നിശ്ചിത അനുപാത പ്രബലന പദ്ധതിയും അല്ല, അസ്ഥിര പ്രതികരണ പ്രബലന പദ്ധതിയും അല്ല, പ്രതികരണം കൊണ്ടും അല്ല. കറക്റ്റ് നിശ്ചിത ഇടവേള കൊണ്ട് ഉണ്ടാകുന്ന പ്രബലനമാണ് കൊടുക്കുന്നത്. നിശ്ചിത ഇടവേളയിലാണ് കുട്ടിക്ക് പ്രബലനം നൽകുന്നത്. അപ്പൊ നമുക്ക് പറയാം A ആണ് ആൻസർ ആയിട്ട് വരിക.
ഓക്കെ, ഇനി നെക്സ്റ്റ്, പിയാഷെയുടെ ഭൗതിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ശരിയായതാണ് ചോദിക്കുന്നത് ഇവിടെ. ഭൗതിക വികാസമാണ്. ഓക്കെ, ഡിഫേർഡ് അനുകരണം ആശയ രൂപീകരണ പൂർവഘട്ടം സംഭവിക്കുന്നു. അനുകരണം ഏത് ഏജിലാണ്? ഒരു കുട്ടിയുടെ അനുകരണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഏജിലാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്ന് നമ്മുടെ ഒരു എന്താ പറയുക ശൈലി, അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. എങ്ങനെയാ അമ്മ ചെയ്യുന്നത്, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യും. വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ, മീൻസ് ആദ്യത്തെ ഏജിൽ തന്നെ കുട്ടികൾ അത് ചെയ്യുന്നുണ്ട്. അനുകരണം നമ്മൾ അവിടെയാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആശയ രൂപീകരണമാണ്. അത് സെക്കൻഡ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് അത് പറയുന്നത്. പക്ഷെങ്കിൽ നമുക്കറിയാം അത് ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജിൽ തന്നെ 2 വയസ്സ് വരെയുള്ള കുട്ടികളിൽ തന്നെ നമ്മൾ അനുകരണം കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, പ്രതിലോമ ചിന്ത മൂർത്ത ക്രിയാത്മക ഘട്ടത്തിൽ സാധ്യമാവുന്നു. പ്രതിലോമ ചിന്ത നമ്മൾ കേട്ടിട്ടുണ്ട്. അതിങ്ങനെയല്ല കേട്ടത്, പക്ഷെ ചിന്ത എന്ന് പറഞ്ഞുള്ള ഒരു സാധനം നമ്മൾ കുട്ടിയുടെ ഏത് ഘട്ടത്തിലായിരിക്കും കേട്ടിട്ടുണ്ടാവുക? ഉഭയദശീയ ചിന്ത മീൻസ് റിവേഴ്സിബിലിറ്റി. ഓക്കെ, പ്രതിപ്രവർത്തനം, അങ്ങനെയുള്ളതാണ് പ്രതിലോമ ചിന്ത എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അത് മൂർത്ത ക്രിയാത്മക അല്ലെങ്കിൽ സമൂർത്ത ക്രിയാത്മക ഘട്ടത്തിലാണ് നമുക്ക് പറയാം അല്ലെ. മൂർത്ത ഘട്ടത്തിൽ തന്നെയാണ് കുട്ടിക്ക് പ്രതിലോമ ചിന്ത സാധ്യമാവുന്നത്. അപ്പൊ ഏതാണ്? ഒറ്റൊന്ന് മാത്രമേ ഇത് മാത്രമേ കറക്റ്റ് ഉള്ളൂ അല്ലെ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ശരിയായ പ്രസ്താവന. അപ്പൊ 2 ശരി, 2 മാത്രം ശരി, വേറൊന്നുമില്ലല്ലോ. 1ഉം 2ഉം ശരിയല്ല, 1ഉം 2ഉം തെറ്റല്ല, 1 മാത്രം ശരിയല്ല. 2 ഉത്തരം. ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിത്വ സവിശേഷ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്തതാണ്. അപ്പൊ വ്യക്തിത്വവുമായി നമ്മൾ പഠിച്ച കുറെ ആൾക്കാരുണ്ട് അല്ലെ. അവരുടെ സിദ്ധാന്തമോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടാത്തതായിട്ടുള്ള ആരെങ്കിലും ഉത്തരത്തിലുണ്ടാവും, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ വ്യക്തിത്വത്തിൽ നമ്മൾ ഫസ്റ്റ് സവിശേഷക സമീപനമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അത് ആരുടെയാണ്? GW ആൽപോർട്ടിൻ്റെതാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം അല്ലെ. അപ്പോ ആൽപോർട്ട് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ആളാണ്. അടുത്തത് ഹാൻസ് ജെ ഐസങ് ആണ് അല്ലെ. അതിൽ നമ്മൾ പഠിച്ചത് പ്രരൂപ സവിശേഷകമാണ്. അപ്പൊ അതും വ്യക്തിത്വമായി ബന്ധപ്പെട്ട ആളാണ്. നെക്സ്റ്റ് നമുക്കറിയാം റെയ്മണ്ട് കാറ്റൽ. നമ്മൾ ഈ സോസ്ട്രൈറ്റ്, സർഫസ് സ്ട്രൈറ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ല. അത് ആരുമായി ബന്ധപ്പെട്ടാണ്? റെയ്മണ്ട് കാറ്റൽ ആണ് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത്. സ്കിന്നറിനെ നമ്മൾ എവിടെയാണ് കണ്ടിട്ടുള്ളത്? ബിഹേവിയറിസം മീൻസ് വ്യവഹാരവാദം, അവിടെയൊക്കെയാണ് നമ്മൾ സ്കിന്നറിനെ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഉത്തരം ഏതാണ്? BF സ്കിന്നർ ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡേവിഡ് പി ഓസ്ബെല്ലിന്റെ സബ്സംഷൻ തിയറി ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. അപ്പം ബാക്കി 3 ഉൾപ്പെട്ടതായിരിക്കും, 1 മാത്രമായിരിക്കും ഉൾപ്പെടാത്തത്. പരസ്പര ബന്ധിത സബ്സംഷൻ അത് ഉൾപ്പെട്ടതാണ് അല്ലെ, നമുക്കറിയാം. ഡെറിവേറ്റീവ് സബ്സംഷൻ അതുമായി ഉൾപ്പെട്ടതാണ്. സംയോജിത സബ്സംഷനും ഉൾപ്പെട്ടതാണ്. പിന്നെ ഉള്ളത് സബോർഡിനേറ്റ് സബ്സംഷൻ. ഇത് 3ഉം ഓക്കെ ആണെങ്കിൽ ഇത് തെറ്റാനാണ് സാധ്യത. എന്താണ് അതിലെ തെറ്റ് നോക്കാം. സബ് ഓർഡിനേറ്റ് സബ്സംഷൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൂപ്പർ ഓർഡിനേറ്റ് എന്നാണ് അതിന്റെ വേറൊരു തലം, അല്ലെങ്കിൽ അതിന്റെ ആൻസർ സൂപ്പർ ഓർഡിനേറ്റ് ആണ് വേണ്ടത്. അതിനെ ഇവര് തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട്, സബ് ഓർഡിനേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ D ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടിക്ക് സ്വമേധയാ ചെയ്യുവാൻ കഴിയുന്നതും പിന്തുണയോ സഹായമോ ഉപയോഗിച്ച് അവർക്ക് പ്രാവീണ്യം നേടിയെടുക്കാൻ സാധിക്കുന്നതുമായ കഴിവുകളുടെ അന്തരമാണ്. അന്തരം എന്താണെന്നാണ് അപ്പൊ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു കുട്ടിക്ക് ഭയങ്കര ചുറ്റി വളച്ചൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷെ നമ്മൾ സ്ഥിരം പഠിച്ച ഒരു സാധനമാണിത്. ഒരു കുട്ടിക്ക് സ്വമേധയാ ചെയ്യുവാൻ കഴിയുന്നതും പിന്തുണയോ സഹായമോ ഉപയോഗിച്ച് അവർക്ക് പ്രാവീണ്യം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമായ കഴിവുകളുടെ അന്തരമാണ്. നമ്മളിപ്പോ പറയുന്നുണ്ട് ഒരു കുട്ടി ഇതാണെങ്കിൽ നമ്മുടെ സപ്പോർട്ടും എന്താ പറയാ സഹായമൊക്കെ കിട്ടിയെത്തുന്ന ഇതുണ്ട്. അപ്പോൾ അതിന്റെ അന്തരം അല്ലെങ്കിൽ ആ ഗ്യാപ്പിന് നമ്മളൊരു പേര് പറയാറുണ്ട് അല്ലെ.
അതെന്താണ്? ഇങ്ങനെയൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവില്ല അല്ലെ. LAD, ലാഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണോ? അല്ല. പിന്നെ ഇതാണ് ZPD എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇംഗ്ലീഷിൽ അത് എഴുതി നോക്കിയാൽ നമുക്ക് എളുപ്പം കിട്ടും. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. PWD അതുമായി ബന്ധമില്ല, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ്. പിന്നെ നമുക്ക് CWSN, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുമാണ് അതുമായി കുറച്ച് സാമ്യമുള്ളത്. പക്ഷെ നമുക്കറിയാം സമീപസ്ഥ വികാസ മണ്ഡലം ZPD ആണ്. ഒരു കുട്ടിക്ക് നമ്മുടെ സഹായത്തോടെയും നമ്മുടെ സപ്പോർട്ടോടുകൂടിയും എത്തിച്ചേരാൻ പറ്റുന്ന ആ ഒരു അന്തരത്തിനുള്ള ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയാ, ZPD എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. പ്രശ്ന നിർധാരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത്. പ്രശ്ന നിർധാരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തതാണ്. നമുക്കൊരു പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായാൽ അതെങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഫേസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഘട്ടങ്ങളായി പഠിച്ചതാണ്. അപ്പൊ അതിലില്ലാത്തൊരു കാര്യം ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ദത്തശേഖരണം, പ്രസക്തമായ ദത്തശേഖരണം. ദത്തങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ നമുക്ക് ദത്തശേഖരണം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ശരിയായ അപഗ്രഥനമില്ലാതെ ഉത്തരത്തിലെത്തുക. അതൊരു ശരിയായ നടപടിയാണോ? അല്ല. കാരണം എന്താണ്, നമ്മൾ ഏതൊരു പ്രശ്നത്തെ ആദ്യം അപഗ്രഥിക്കണം അല്ലെ, എന്നാലാണ് അതിലെ ഉത്തരത്തിലേക്ക് കൃത്യമായി എത്താൻ പറ്റൂ. ശരിയായി അപഗ്രഥിക്കാണ്ട് ഉത്തരത്തിലെത്തിയാല് ആ ഉത്തരം തന്നെ ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പൊ ഇത് റോങ് ആണ്. അനുമാന രൂപീകരണം, നമുക്ക് ഒരു അനുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. പരിഹാരം പ്രയോഗിക്കൽ, പരിഹാരം പ്രയോഗിച്ചാലാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പരിഹാരപ്പെടുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഉത്തരമായിട്ട് എന്ത് പറയാം, ശരിയായ അപഗ്രഥനമില്ലാതെ ഉത്തരത്തിലെത്തുക എന്നതാണ്. അപ്പോൾ 30 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇത് ഗോ ത്രൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതൽ എന്താണുള്ളത്, കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടൈറ്റ് ആവുന്നത് എവിടെയാണ്, പലപ്പോഴും നമ്മൾ പഠിച്ച ടേമിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ കൊടുക്കുമ്പോഴാണ്. മലയാളത്തിൽ നമ്മളിപ്പോ പ്രതിലോമ ചിന്തയൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ വേറെ ഉപദേശീയ ചിന്തയായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസിലാണ് നമ്മൾ കുടുങ്ങി പോവുക, അല്ലെങ്കിൽ ടൈറ്റ് ഇപ്പോ ഇന്ന് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.